എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഡെസ്ക്ടോപ്പ് മോഡിലേക്ക് ഇതുപോലെ ഡെസ്ക്ടോപ്പ് മോഡിലേക്ക് നമുക്ക് ചാനൽ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. ഡെസ്ക്ടോപ്പ് മോഡിൽ എന്തുകൊണ്ടാണ് ഓപ്പൺ ചെയ്യാൻ പറ്റാത്തത്? അപ്പോൾ ഇത് നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പ് മോഡിലേക്ക് ഇനി മാറ്റേണ്ട പ്രശ്നം വരത്തില്ല. നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഡെസ്ക്ടോപ്പ് മോഡിൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് സെറ്റിങ്സ് മാറ്റാൻ പറ്റും. എല്ലാവർക്കും എങ്ങനത്തെ അവർക്കും നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പ് മോഡിലേക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ youtube.in അല്ലെങ്കിൽ youtube.com ഇത് സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് യൂട്യൂബ് ഡെസ്ക്ടോപ്പ് മോഡിലേക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ ഈ സെറ്റിങ്സിൽ ഫുള്ളായിട്ട് വിശദീകരിച്ചിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ചെറിയ വീഡിയോ ആണ്, ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% ഡെസ്ക്ടോപ്പ് മോഡിലേക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി ഈ ഒരു ക്വസ്റ്റ്യന് ആരും പറയത്തില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ അത്ര ക്ലിയർ ആയിട്ട് എങ്ങനത്തെ ആൾക്കും ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളത്. ഫുള്ള് വാച്ച് ചെയ്യാം കേട്ടോ വീഡിയോ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിവിടെ എന്താണ് വരുന്നത്, ഇവിടെ ഇങ്ങനെ നമുക്ക് ഡെസ്ക്ടോപ്പ് മോഡിലാക്കിയിട്ടില്ല. ഇപ്പോൾ ഞാൻ ഡെസ്ക്ടോപ്പ് മോഡിലല്ല ഉള്ളത്, ഇത് നോർമലാണ് ഉള്ളത്. അപ്പോൾ ഡെസ്ക്ടോപ്പ് മോഡ് എവിടെയെന്ന് വെച്ചാൽ ഈ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ താഴത്ത് പോയി കഴിഞ്ഞാൽ സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ ഡെസ്ക്ടോപ്പ് മോഡ് കിട്ടില്ല. ഓക്കെ, ചിലവർക്ക് ഡെസ്ക്ടോപ്പ് മോഡ് എന്നൊരു ഓപ്ഷന് ഇവിടെ കാണിക്കുന്നുണ്ടാവില്ല. ഇവിടെ വെറും പ്ലെയിൻ ആയിട്ട് ഇത്ര സെറ്റിങ്സ് മാത്രമേ കാണിക്കുന്നുള്ളൂ. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഈ ടോപ്പിൽ കാണുന്ന ഒരു സർക്കിളിൽ നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ടല്ലോ, നമ്പർ 1 അതിൽ ക്ലിക്ക് ചെയ്യാട്ടോ. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലത്തെ കുറേ ടാബുകൾ ഇവിടെ ഓപ്പണായി വരും. ഒന്നൊന്നല്ല, എൻ്റെ അടുത്ത് ഒന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ അടുത്ത് ചിലപ്പോൾ 25, 30, 40 ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും, 10, 5 ഇങ്ങനെയെല്ലാം കാണിക്കുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം ഫുള്ള് ടാബ് ഓരോന്ന് ഇതിൻ്റെ ടോപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ടാബ് പോകും കേട്ടോ. അതേപോലെ എല്ലാ ടാബും ക്ലിയർ ചെയ്യുക. അതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്ന 1 കാണിക്കണം കേട്ടോ. 1 വരുന്നത് വരെ അതെല്ലാം ഫുള്ള് ക്ലിയർ ചെയ്യണം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പ് മോഡ് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ടാണ് പറയുന്നത്. അതല്ലെങ്കിലും കിട്ടും ചിലവർക്ക് കേട്ടോ, ചില ഫോണിൽ കിട്ടില്ല. ഇവിടെ സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ സെർച്ച് ചെയ്യുക, അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ടോപ്പിൽ സെർച്ച് ചെയ്യുക. നിങ്ങളെ ഫോണിൽ ചിലപ്പോൾ വേറെ സ്റ്റൈലായിരിക്കും വരുന്നുള്ളത്. അപ്പോൾ അതിന് നമ്മളിവിടെ ഡെസ്ക്ടോപ്പ് മോഡ് സെർച്ച് ചെയ്താൽ കിട്ടൂല. ഇപ്പോൾ ഡെസ്ക്ടോപ്പ് മോഡ് കിട്ടൂല. അപ്പോൾ അതിനെന്ത് ചെയ്യണ്ടേ, ജസ്റ്റ് ഇവിടെ സെർച്ച് ചെയ്യുക youtube.in. ഓക്കെ, youtube.in അല്ലാന്നുണ്ടെങ്കിൽ youtube.com എന്ത് വേണമെങ്കിൽ സെർച്ച് ചെയ്താൽ മതി. ഇവിടെ .com in എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. അതല്ലാന്നുണ്ടെങ്കിൽ യൂട്യൂബ് ലോഗിൻ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല, യൂട്യൂബ് കിട്ടും. അതിനുശേഷം ഇവിടെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇവിടെ താഴത്ത് നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പ് മോഡ് കിട്ടും. സെർച്ച് ചെയ്തതിന് ശേഷം കേട്ടോ, സെർച്ച് ചെയ്തതിന് മുമ്പ് നമുക്ക് ഡെസ്ക്ടോപ്പ് മോഡ് കിട്ടത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെർച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഡെസ്ക്ടോപ്പ് മോഡിലേക്ക് ഇത് മാറ്റുന്നുണ്ട്. ഡെസ്ക്ടോപ്പ് മോഡിലേക്ക് മാറ്റുന്ന സമയത്ത് ഇങ്ങനെ ആയിരിക്കും വരുന്നുള്ളത്. ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്കിപ്പോൾ ഇവിടുന്ന് ഏത് നമുക്ക് ചാനലാണോ വേണ്ടത് ആ ചാനലിലേക്ക് നമ്മൾ പോവാണ്. ഓക്കെ, എൻ്റെ ഓൾറെഡി ഒറിജിനൽ ചാനലിലേക്ക് പോവാണ്. അതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഇവിടെ youtube.com എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യാം കേട്ടോ. youtube.com എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും വരുന്നില്ല. അപ്പോൾ യൂട്യൂബ് വരും. യൂട്യൂബ് വരുന്ന സമയത്ത് നമുക്ക് ഇപ്പോഴും ഇത് നമുക്ക് ബ്രോ ഫീച്ചറിൽ ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല. ഇതെന്തുകൊണ്ട് പറ്റാത്തതെന്ന് വെച്ചാൽ നമ്മൾ ബ്രോ ഫീച്ചറിലേക്ക് പോകുന്നില്ല. അപ്പോൾ നമുക്ക് ഡെസ്ക്ടോപ്പ് മോഡിലേക്ക് പോകണം. ഓക്കെ, ഇപ്പോൾ ഓൾറെഡി ഡെസ്ക്ടോപ്പ് മോഡിലാണ് ഉള്ളത്, പക്ഷേ ഡെസ്ക്ടോപ്പ് മോഡിലേക്ക് പോകുന്നില്ല. ഇത് യൂട്യൂബിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് യൂട്യൂബിലേക്കാണ് പോകുന്നത്. അതിന് ഒരു സെറ്റിങ്സ് മാറ്റാനുണ്ട്. അതിന് സെറ്റിങ്സ് മാറ്റേണ്ടത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ ഡയറക്റ്റ് സെറ്റിങ്സിൽ പോകാം. നമ്മൾ മൊബൈൽ സെറ്റിങ്സിൽ പോവാം. മൊബൈൽ സെറ്റിങ്സിൽ പോയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ആപ്പ് എന്നൊരു ഓപ്ഷനിൽ പോകാം. നിങ്ങൾ വേറെ എന്ത് സെർച്ച് ചെയ്തിട്ടും കാര്യമില്ല, നിങ്ങൾക്ക് യൂട്യൂബ് ഡെസ്ക്ടോപ്പ് മോഡിൽ ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. ആപ്സ് എന്നൊരു ഓപ്ഷനിൽ പോവുക. ആപ്സ് എന്നൊരു ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് കാണിക്കുന്നുണ്ടാവും. അതിൽ 1, 2, 3-ാമത്തെ ഓപ്ഷന് ഡിഫോൾട്ട് ആപ്പ് എന്ന് പറയുന്ന സെക്ഷനിൽ പോകട്ടോ. ഡിഫോൾട്ട് ആപ്പ്. അതിനുശേഷം ഇങ്ങനത്തെ ഒരു ടാബിലേക്കായിരിക്കും നിങ്ങൾ പോകുന്നുള്ളത്. ഈ ടാബിൽ ഇവിടെ ഓപ്പൺ ലിങ്ക് എന്ന് താഴത്ത് ലാസ്റ്റിലുള്ള ഫൈനലായിട്ടുള്ള ഓപ്പൺ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. ഓപ്പൺ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലത്തെ എല്ലാം ഇവിടെ ആപ്പിൻ്റെ അലോ കൊടുത്തിട്ട് കാണിക്കുന്നുണ്ടാവും നിങ്ങൾക്ക്. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, താഴത്ത് പോവുക. താഴത്ത് പോയിട്ട് നിങ്ങൾക്ക് എന്താണ് യൂട്യൂബ് ഡെസ്ക്ടോപ്പ് മോഡിലേക്കാണ് ഓപ്പൺ ചെയ്യേണ്ടത് നമുക്ക്. അപ്പോൾ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, യൂട്യൂബ് എന്ന് പറഞ്ഞ സെക്ഷനിൽ താഴത്തുണ്ടാവും. യൂട്യൂബിൽ ക്ലിക്ക് ചെയ്യുക. യൂട്യൂബിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ 2 ഓപ്ഷൻ കാണിക്കുന്നുണ്ടാവും. ഇൻ ദി ആപ്പ്, ഓക്കെ, ഇൻ യുവർ ബ്രൗസർ. ഓക്കെ, ഇതുപോലെ 2 ഓപ്ഷൻ കാണിക്കുന്നുണ്ടാവും. ചിലവരുടെ മൊബൈലിൽ ഇതുപോലത്തെ ഓപ്ഷൻ കാണിക്കത്തില്ല കേട്ടോ. ചിലവരുടെ മൊബൈലിൽ കാണിക്കുക, ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കുക, ഓപ്പൺ സപ്പോർട്ട് ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് കൊടുത്തിട്ടുണ്ടാവും. അത് ഓഫ് ചെയ്താൽ മതി കേട്ടോ. അത് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല.
അതല്ല നിങ്ങൾ ഇതുപോലെയാണ് നിങ്ങളുടെ മൊബൈലിൽ വരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ ഇൻ യുവർ ബ്രൗസർ എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതേപോലെ എന്ത് ചെയ്യുക, അതിന് ശേഷം ഇത് ബാക്ക് വരാം. ബാക്ക് വന്നതിന് ശേഷം നിങ്ങൾ സ്റ്റുഡിയോയിൽ പോകുക കേട്ടോ. ഇതേപോലെ വൈറ്റ് സ്റ്റുഡിയോയിൽ ക്ലിക്ക് ചെയ്യുക. വൈറ്റ് സ്റ്റുഡിയോയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതേപോലെ ആയിരിക്കും കാണിക്കുന്നുള്ളത് ദിസ് ആപ്പ് ഇൻ ദി ആപ്പ്. അതിന് ശേഷം ഇൻ യുവർ ബ്രൗസർ ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ബാക്ക് പോവുക. ബാക്ക് പോയതിന് ശേഷം അതേപോലെയാണ് നമ്മൾ മറ്റേ സ്റ്റുഡിയോൻ്റെയും രണ്ടും ഇവിടെ നിങ്ങൾക്ക് വേറെ മൊബൈലിൽ ഇതുപോലെയാണ് കാണിക്കുന്നുള്ളത്. ഓപ്പൺ സപ്പോർട്ട് ലിങ്ക് എന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ അത് ബ്ലൂ ലൈൻ ഉണ്ടെങ്കിൽ ഓഫ് ചെയ്ത് വെക്കാട്ടോ, അത് ഓഫാക്കിയാൽ മതി. അപ്പോൾ എല്ലാവരുടെ മൊബൈലും ഒരേപോലെ കാണിക്കത്തില്ല, സെറ്റിങ്സ് മാറ്റം ഉണ്ടാവും, വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ 2 സെറ്റിങ്സും കാണിച്ചത്. അപ്പോൾ അങ്ങനെ ചെയ്യുക. അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ ഇവിടുന്ന് ബാക്ക് പോവുക. ബാക്ക് പോയതിന് ശേഷം ഇപ്പം നിലവിൽ ഇതിലിപ്പോൾ സെർച്ച് ചെയ്തിട്ടുണ്ട്. അത് മുമ്പേ സെറ്റിങ്സ് മാറ്റിയാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമ്മൾ ഈ യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്കിത് നേരെ എന്ത് ചെയ്യും, ബ്രോ ഫീച്ചറിൽ തന്നെ ആയിരിക്കും ഓപ്പണായി വരിക. ഇതിപ്പം നിങ്ങൾക്ക് വേറെ ഡയറക്റ്റ് ആപ്പിലേക്ക് പോകത്തില്ല. ആപ്പിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇവിടെ ചാനൽ ഞാൻ എന്ത് ചെയ്യുന്നത്, എൻ്റെ ചാനൽ സ്വിച്ച് അക്കൗണ്ട് എൻ്റെ ഓൾറെഡി ചാനൽ ഏതാണോ പേജ് വേണ്ടത് ആ പേജിലേക്ക് ഞാൻ പോവാണ്, എൻ്റെ ഒറിജിനൽ ചാനലിലേക്ക് പോവാണ്. ഈ ചാനലിൽ പോയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇതിന് ആപ്പിലേക്ക് പോകത്തില്ല. ഇനിയിപ്പോൾ വൈറ്റ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുന്ന സമയത്തും ലോഗോയിൽ ക്ലിക്ക് ചെയ്യുക. ലോഗോയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വൈറ്റ് സ്റ്റുഡിയോയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് ഡെസ്ക്ടോപ്പ് മോഡിലേക്കാണ് നമുക്ക് ഇവിടെ ഓപ്പണായി വരിക. നമുക്ക് വേറെ ഡയറക്റ്റ് ആപ്പിലേക്ക് പോകത്തില്ല. അപ്പോൾ അതിനെന്ത് ചെയ്യണ്ടേ, നമുക്ക് സെറ്റിങ്സ്, എവിടെയാണ് സെറ്റിങ്സ് ഉള്ളത്, സെറ്റിങ്സ് കിടക്കുന്നത് ഇത് ആപ്പിൻ്റെ താഴത്ത് ഈ മൂലക്കാണ് ഇവിടെ സെറ്റിങ്സ് കാണുന്നില്ല കേട്ടോ. ഇത് എവിടെ നിങ്ങൾ തപ്പിയാലും എവിടെ സെറ്റിങ്സ് കാണത്തില്ല. ഇവിടെ താഴത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ ആയിരിക്കും സെറ്റിങ്സ് കാണുന്നുള്ളത്. ഓക്കെ, നിങ്ങൾ ഡെസ്ക്ടോപ്പ് മോഡിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും വരുന്നില്ല കേട്ടോ. സെറ്റിങ്സിൽ ഇങ്ങനെ ആയിരിക്കും വരുന്നുള്ളത്. ഈ സെറ്റിങ്സിൽ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ നമുക്ക് എന്താണോ ഡോളർ മാറ്റേണ്ടത് ഇന്ത്യൻ മണിയിലേക്കോ കൺവേർട്ട് ആക്കേണ്ടത് അത് മാറ്റാം. ഇവിടെ ചാനലിൽ പോവാം. ഇവിടെ നമ്മൾ കീവേഡ്സ് കൊടുത്തിട്ടുള്ളതെല്ലാം കാണിക്കുന്നുണ്ടാവും. എൻ്റെ കീവേഡ്സ് ഇതാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. യൂട്യൂബ് ഗ്രോത്ത്, ഇത് ഇങ്ങനത്തെ കീവേഡ്സാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ അഡ്വാൻസ് സെറ്റിങ്സ്, നമ്മൾ എന്താണോ സെറ്റിങ്സ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ സെറ്റിങ്സ് ഒക്കെ ഇവിടെ ഓൾറെഡി ലിങ്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഓൾറെഡി ആഡ്സൻസിൻ്റെ ലിങ്കാണ് കാണിക്കുന്നുള്ളത്. അതിനുശേഷം ഇവിടെ താഴത്ത് നമുക്ക് സെറ്റിങ്സ് എല്ലാം കാണിക്കുന്നുണ്ട് കേട്ടോ. എല്ലാ സെറ്റിങ്സും ഇവിടെ വന്നിട്ടുണ്ട്. എലിജിബിലിറ്റി ചെക്ക് ചെയ്യാനുള്ളത്, അതിനുശേഷം യുവർ ഡിഫോൾട്ട്, ഇതൊക്കെ ഓൾറെഡി നമ്മൾ ടൈറ്റിൽ തമ്മിൽ ഓട്ടോമാറ്റിക്കലി കൊടുക്കാനുള്ള ഓപ്ഷൻസ്. അതിൻ്റെ താഴത്ത് നമ്മുടെ ഡിസ്ക്രിപ്ഷന്, ഇവിടെയാണ് നമ്മളെ ടാഗ്സ്. ഓക്കെ, ടാഗ്സ് കൊടുക്കേണ്ടത് ഇവിടെയാണ് കേട്ടോ. ടാഗുകളെല്ലാം കൊടുത്തത് ഇവിടെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം ഇവിടെ നമ്മളെ ഓണർ കാണിക്കുന്നുണ്ട്. എല്ലാ സെറ്റിങ്സ് ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബ്രോ ഫീച്ചറിൽ ഓപ്പൺ ആക്കേണ്ടത്. നമ്മൾ ആ സെറ്റിങ്സ് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊരിക്കലും ഇവിടെ നമുക്ക് പെട്ടെന്നായിട്ട് ഇതുപോലെ ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ.